വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ കണ്ടും കേട്ടും അറിഞ്ഞ് കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിട്ട് വിലയിരുത്താനും തെളിവെടുപ്പിനുമായി ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ഇന്ന് വൈകിട്ട് 4 മണിയോടെ തെളിവെടുപ്പിനായി അരൂരിലെത്തി. അമിക്കസ് ക്യൂരിയായി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് വിനോദ് ഭട്ടാണ് അരൂരിൽ ഇന്ന് വൈകിട്ട് തെളിവെടുപ്പ് തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ കണ്ടും കേട്ടുമറിഞ്ഞ് കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിലയിരുത്താനുള്ള തെളിവെടുപ്പിനായി ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ നിയമിച്ചു. ഒരു കോടതി വ്യവഹാരത്തിൽ നീതിപൂർവമായ തീരുമാനം നടപ്പിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനായി കോടതി നിയമിക്കുന്ന കക്ഷിയുടെ ഭാഗമല്ലാത്ത ഒരു അഡ്വക്കേറ്റിനെയാണ് അമിക്കസ് ക്യൂരി എന്നറിയപ്പെടുന്നത്. അഡ്വക്കേറ്റ് വിനോദ് ഭട്ടാണ് അമിക്കസ് ക്യൂരിയായി ഇന്നെത്തിയത്. വില്ലേജ് ഓഫീസിന്റെ ഇത്ര ഹൈറ്റിലായിരിക്കും അപ്പുറത്ത് മാറി സാറ് കാണാൻ പറ്റും. അരൂർ ക്ഷേത്രങ്കവലയിൽ ഇന്ന് ജൂലൈ 4 വ്യാഴാഴ്ച വൈകിട്ട് 4:30 മണിയോടെ തെളിവെടുപ്പിനെത്തിയ അമിക്കസ് ക്യൂരിക്ക് മുമ്പാകെ നിരവധി വ്യക്തികളും സംഘടനകളും ജനപ്രതിനിധികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പങ്കുവച്ചു. മഴവെള്ളവും ചെളിയും കെട്ടിക്കിടക്കുന്നതും മഴ മാറിയാൽ പൊടിശല്യമുണ്ടാകുന്നതും ചെളിവെള്ളം നിറഞ്ഞ കുഴികളിൽ മനുഷ്യരും വാഹനങ്ങളും വീഴുന്നതും 20-ലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചതും പരുക്കേറ്റതും നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതും ഗതാഗത കുരുക്കും ഓട്ടോറിക്ഷക്കാരടക്കമുള്ള പ്രാദേശിക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും കൊച്ചിയിലെ ആശുപത്രിയിലേക്കും തൊഴിലിടങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള കാലതാമസവും എല്ലാം ചർച്ചാ വിഷയമായി. നിലവിലുള്ള കാനകളിൽ ശരിയാം വിധം ചരിവില്ലാത്തതിനാൽ നീരൊഴുക്കില്ലാതെ വെറും നോക്കുകുത്തികളാകുന്ന സ്ഥിതിയിലാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. അരൂർ തുറവൂർ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ദുരിതങ്ങൾ പങ്കുവച്ചു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കരാർ കമ്പനിയാകട്ടെ വെള്ളവും ചെളിയും ഒഴുക്കിവിടുന്നത് ദേശീയപാതയോരത്തേക്കും സമീപത്തുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമാണ് എന്ന പരാതിയുണ്ട്. സ്കൂളുകൾക്ക് അവധി നൽകിയാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പുള്ള വ്യവസ്ഥകൾ പാലിക്കാതെയാണ് കരാർ കമ്പനി ഉയരപ്പാത നിർമ്മാണം നടത്തുന്നതെന്നും വിശദീകരിക്കപ്പെട്ടു. പക്ഷെ അവിടെ കാനുണ്ട് സാർ, അവിടെ കാനുണ്ട്. ആ കാന അപ്പുറത്തെ കായലിലേക്ക് കൂട്ടിയിട്ട് പണിഞ്ഞിരിക്കുന്ന കാനയാണ്. ഒരാഴ്ചയായിട്ടുള്ളൂ ഇത് പറഞ്ഞിട്ട്. അതിനു മുമ്പ് ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അവർ വന്ന് നോക്കിയത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാണ് കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ല. കാണ പൊങ്ങിയാണ് നിൽക്കുന്നത്. പിന്നെ സാർ വന്ന അരൂർ പള്ളി സ്ലോപ്പ് ശരിയല്ല, വെള്ളം അതിലേക്ക് ഒഴുകത്തില്ല. കായൽ വരെയല്ല സാർ, ഒരു 50 മീറ്ററിന്റെ വ്യത്യാസമേ ഉയർത്തിയാണ് അവിടെ പള്ളിയുടെ ഓപ്പോസിറ്റ് പള്ളി സ്കൂൾ കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കണക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? നിങ്ങളിത് അറിയണ തെറ്റായ ധാരണയാണ്, അത് തെറ്റാണ്. കാണ കണക്ട് ചെയ്തിട്ടില്ല. 5-ാം തീയതി മുതൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതിക്കുള്ളിൽ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, അപ്പോൾ അത് നോക്കിയിട്ട് you show someone to show this location, then they will inform while going we will finally സ്ഥലം കൊണ്ടുപോയി അവിടെ ഒരു മാൻഹോൾ പണിഞ്ഞ് ഈ വെള്ളം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പോകും. പക്ഷെ ആ കുട്ടികൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല. പൈപ്പ് ഇട്ടിട്ടുണ്ട്, ആ പൈപ്പിൽ കൂടി വെള്ളം പോകണ്ടേ? വെള്ളം അങ്ങോട്ട് എത്താനുള്ള അവിടെ ഒരു മാൻഹോൾ പണിഞ്ഞ ആ മാൻഹോളിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകും. നിങ്ങൾ അല്ല, അതിന്റെ കാര്യമില്ല. അത് നിങ്ങൾ ക്ലീൻ ചെയ്യാഞ്ഞിട്ടാണ്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പൈപ്പിൽ നിങ്ങളുടെ പൈപ്പാണ് ഇപ്പൊ പുതിയ ഇതില് ഈ നാഷണൽ ഹൈവേയുടെ ഇപ്പോൾ പണി തുടങ്ങിയപ്പോഴാണ് ചെയ്തു. 1 വർഷം മുമ്പ് അവിടെ വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞപ്പോൾ ചെയ്തു. ആ സമയത്ത് വെള്ളം പോയി. അതിനുശേഷം ഇപ്പോൾ അവിടെ നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ ഇത് വീണ് ഇല വീണ് ഈ പൈപ്പ് ബ്ലോക്കായി.
തുറവൂര് മുതൽ ഇങ്ങോട്ട് വരുന്നതിൽ ഈ അരൂക്കുറ്റി അടക്കം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ജംഗ്ഷനില്ല. ഈ ജംഗ്ഷൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് മാറത്തില്ല. ഞങ്ങളത് വളരെ വ്യക്തമായി ഇവർക്ക് ലെറ്റർ മുഖാന്തരം കൊടുത്തതാണ്. ഇത് ഇവിടെ ഒരു യു ടേൺ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരൂക്കുറ്റിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലെ കറങ്ങി യു ടേൺ എടുത്ത് അപ്പുറത്ത് പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ വീതി കൂടിയ സ്ഥലമാണ്. അവിടെ കൂടി അരൂക്കുറ്റിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങോട്ട് തെക്കോട്ട് പോയി യു ടേൺ എടുത്ത് അങ്ങോട്ട് പോയാൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആ ട്രാഫിക് ഡൈവേഷൻ മറ്റന്നാൾ പോയി ആവശ്യമില്ലെന്നല്ല. ഇതിനകത്ത് 3 ദിവസം ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റ് സ്ട്രെങ്ത് വേണം റോഡ് 72 മണിക്കൂർ തെറ്റാണ്. നേരത്തെ അറിഞ്ഞൂടെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞില്ല പറ്റുകയില്ല, ഈ 3 ദിവസത്തിനുള്ളിൽ ആയി കഴിഞ്ഞാൽ എല്ലാവരും അതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാറേ നാളെ ശനിയും ഞായറുമാണ്. അടുത്ത ദിവസം നാളെ നിങ്ങളുടെ 3-ാം ദിവസം കഴിയും. അപ്പോൾ ശനിയും ഞായറും സാറേ സ്കൂളുമില്ല. ഒരു 2 ദിവസം സൈഡിലൂടെ ഒരാൾക്ക് ചന്ദ്രരുന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് മരുന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് അവിടെ മുഴുവൻ വെള്ളമായിരിക്കും. പ്ലാസ്റ്റിക് സീറ്റ് വിരിച്ചിട്ടേക്കും. വിധിയുണ്ട്, കാരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഒന്ന് തടുത്തു നിർത്താൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാവരും ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ തടുക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അത് ഇപ്പം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവസാനം വന്ന ആൾക്കാരാണ്, കാരണം ഗതി കെട്ടിട്ട് വന്നത്. അവരെ കൊണ്ടാക്കി ഞങ്ങൾ ഇവിടെ ആൾക്കാർക്ക് നടക്കാനായിട്ട് ഒരു നല്ലൊരു വഴി വേണം. സിംഗിൾ ലൈൻ പോയാലേ ശരിയാകുള്ളൂ. പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിൽ ചെയ്യുന്ന പണി വണ്ടിക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ഒരു ഫീൽഡ് വർക്കർ, ബാങ്കിന്റെ ഏജന്റാ. അപ്പൊ ഞങ്ങൾ സ്ഥിരം നടന്നു പോകുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. 2 വീലർ പോലും പോകാൻ വഴിയില്ല, മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് പോകാൻ പറ്റില്ല. നടന്നു പോകാൻ വഴിയുണ്ട്, വണ്ടിക്കാരെങ്ങനെയും പോകും, പക്ഷെ 2 വീലറുകാർ എങ്ങനെയാ പോകുന്നത്? ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. അമിക്കസ് ക്യൂരിയുടെ തെളിവെടുപ്പിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും ജനകീയ സമിതി ഭാരവാഹികളും പങ്കെടുത്തു. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി, മുൻ വൈസ് പ്രസിഡന്റ് MP ബിജു അടക്കമുള്ള പഞ്ചായത്ത് അംഗങ്ങളും ജനകീയ സമിതിയുടെ ഭാരവാഹികളായ JR അജിത്, ജിസ്, അരുൺ എന്നിവരും ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ P പ്രദീപും തെളിവെടുപ്പിന് ഹാജരായി. അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ടിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ. അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.